എൽദോ സാറായിട്ടൊരു 30-35 വർഷത്തെ ഒരു അടുത്ത സൗഹൃദമുണ്ട്. കഴിഞ്ഞ 30-35 വർഷക്കാലം ഞാൻ എൽദോ സാറിൻ്റെ ഓഫീസുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന സമയമാണ്. അതെനിക്ക് കണ്ടാൽ അറിയാം. ദേഷ്യപ്പെട്ട് അദ്ദേഹം ഇരിക്കും. എന്നാൽ ആരോടും പ്രത്യേക വിദ്വേഷം കാണിക്കുകയില്ല. ആ ദേഷ്യം അദ്ദേഹം കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറി അവിടെ കസേരയിലിരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലും. ഞാൻ ചോദിക്കും, സാറേ ഞാൻ പോയിക്കോട്ടെ, ജയപ്രകാശ് അവിടെ ഇരിക്കുക, നമുക്കൊന്നിച്ച് പോകാം. അപ്പോൾ ഒരു 8:30-9 മണിയാവും അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി അദ്ദേഹം എൻ്റെ വീടിൻ്റെ സമീപത്തു എന്നെ കൊണ്ട് ഇറക്കി വിടുകയും അപ്പോൾ ആ കാറിലിരുന്ന് അദ്ദേഹം ഓരോ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു കേസ് നടത്തുമ്പോൾ അദ്ദേഹം സാധാരണക്കാരായ ആളുകളോട് വളരെ കരുണയോടുകൂടി ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പോലും അദ്ദേഹം സാധാരണക്കാരോട് ഒരു ഫീസിൻ്റെ കാര്യമൊന്നും ഒരിക്കൽ പോലും പറയാറില്ല, പറഞ്ഞ ചരിത്രങ്ങളുമില്ല. ഒട്ടനവധി സൗജന്യ നിയമസഹായ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. വളരെ പാവപ്പെട്ട ആളുകൾ, അവശരായ ആളുകൾ, നിരാലംബരായ ആളുകൾ, അവർക്കെല്ലാം ഒട്ടനവധി വിധികൾ അദ്ദേഹം നേടിക്കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണുനീർ അദ്ദേഹം തുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പ്രവർത്തകനായി നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവം തമ്പുരാനോട് അന്നും ഇന്നും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിനന്ദനം. ഞാൻ എൽദോ സാറിൻ്റെ അടുത്ത് വന്ന് പെടുന്നത് 30 വർഷത്തിന് മുമ്പ് ആദ്യത്തെ ക്ലർക്കായിട്ടാണ്. നമ്മുടെ ഒരു ആണി സേവിയർ ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. ഇപ്പം എല്ലാ വക്കീലന്മാർക്കും ഒരു സേവിയർ എപ്പോഴും ഉണ്ടാവും. ഇയാൾ യഥാർത്ഥത്തിൽ സേവിയറാണ്, രക്ഷകൻ. ഞാൻ സാറിൻ്റെ അംബാസഡർ ഉള്ള കാലം തുടങ്ങിയുള്ള ഡ്രൈവറാണ്. ഇപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സാറിപ്പോഴും എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. സാറിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും.